ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അക്രമിയായ ഭരണാധികാരിയെ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ജിഹാദ്. അത് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എന്ത് പറയാണ്? നിങ്ങൾ ചെയ്യുന്ന നല്ല ഉഷാറായിട്ടുണ്ട്, നമ്മളെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്, കേരളത്തിലെ ന്യൂനപക്ഷം അല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ ഉഷാറാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റി, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു ലാർജർ കോസിനെ പിന്നിൽ നിന്ന് ഒറ്റിക്കൊടുക്കലിന് തുല്യമാണ് എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഞാൻ കാണുന്നത്, പൗരോഹിത്യമില്ല എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പണ്ഡിതന്മാർ പുരോഹിതന്മാരായി മാറുന്നു. പുരോഹിതന്മാർ അവരുടെ പൂർവ്വഗാമികളെ പോലെ തന്നെ ഭരണകൂടത്തോടൊപ്പം നിന്ന് ആ കമ്മ്യൂണിറ്റി ഒറ്റുകൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൗദൂദി ചാനലിലെ അജിംസ് വീണ് കിട്ടിയ ഒരു സുവർണാവസരം, ആ സുവർണാവസരം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പരമോന്നത നേതാക്കളായിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരുടെയും തലയിൽ കയറുവാനുള്ള ഒരു സുവർണാവസരമായിട്ട് മാറ്റുകയാണ് ഈ മൗദൂദി ചാനലിലെ അജിംസ് എന്ന് പറയുന്ന വ്യക്തി. അജിംസ് പറഞ്ഞതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവന. ആ പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ എല്ലാവരും, ഈ സമൂഹത്തിലുള്ള ഉമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും വലിയ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. അജിംസിന് ആ രീതിയിൽ അജിംസിന്റെ അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കാന്തപുരത്തിന് ഒപ്പം വേണമെങ്കിൽ നിൽക്കാം, കാന്തപുരത്തിന്റെ പ്രസ്താവനയോട് വിമർശിച്ചോ അല്ലെങ്കിൽ എതിർത്തോ എങ്ങനെ വേണമെങ്കിലും അജിംസിന് നിലപാടുകൾ പറയാം, അജിംസിന്റെ അഭിപ്രായം പറയാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് അജിംസ് പറഞ്ഞ ഒരു വലിയ വാചകമുണ്ട്. എന്താണ്? ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, അത് മുസ്ലിം സമുദായത്തിൽ പൗരോഹിത്യമില്ല, അങ്ങനത്തെ മുസ്ലിം സമുദായത്തിൽ പണ്ഡിതന്മാര് പുരോഹിതന്മാരാവുകയും ആ പണ്ഡിതന്മാര് ഈ പറയുന്ന സമുദായത്തെ ഒറ്റുകൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് അജിംസ് പറയുന്നു. മൗദൂദി ചാനലിൽ ഇരുന്നു കൊണ്ട് അജിംസ് ഇതും പറയും, ഇതിനപ്പുറവും പറയും. ഇവിടെ ഈ പറയുന്ന കാന്തപുരത്തിന്റെ നിലപാടിനെതിരെ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര് വളരെ കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് കാന്തപുരം പറഞ്ഞതിനെതിരെ പറഞ്ഞു. ഇവൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് ബോധ്യമുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും കാന്തപുരവുമായി ബന്ധപ്പെട്ട ആളുകളും അതിലെ ഒരു തിരുത്തുമായിട്ടോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണവുമായിട്ട് പോലും രംഗത്ത് വന്നു. കാരണം അവർക്ക് പോലും തോന്നി ആ പറഞ്ഞത് പാളിപ്പോയി, കയ്യിൽ നിന്ന് പോയി എന്ന്. ഓക്കെ, ഇനി അജിംസ്, നമ്മളെല്ലാവരും ഇപ്പൊ ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയ വ്യക്തിയാണ്, ഞാൻ അടക്കമുള്ള ആളുകൾ. ശരി, അജിംസ് പറഞ്ഞ ആദ്യ ഭാഗം, അതാണ് ഞാൻ പറഞ്ഞത്. അജിംസ് പറഞ്ഞതിൽ രണ്ട് ഭാഗമുണ്ട്. ആദ്യം പറഞ്ഞ ഭാഗം അത് കാന്തപുരം നടത്തിയ പ്രസ്താവനക്ക് എതിരായിട്ടുള്ള അജിംസിന്റെ അഭിപ്രായമാണ്. അത് ഇവിടെ പലരും അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. ആ അഭിപ്രായം പങ്കുവെക്കുന്നതിനൊന്നും നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അജിംസ് നടത്തിയ ആ ഒരു വലിയ സെന്റൻസ്, ആ ഒരു വലിയ അഭിപ്രായം, അത് മൗദൂദി ചാനലിൽ ഇരുന്നു കൊണ്ട്, മീഡിയ വണ്ണിൽ ഇരുന്നു കൊണ്ട് ആ ചാനലിന്റെ അജണ്ടകൾക്കനുസരിച്ച് ഈ കേരളത്തിലെ പണ്ഡിതന്മാരെയൊക്കെ പുരോഹിതന്മാരാക്കുക, ആ പുരോഹിതന്മാരെ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവരാക്കുവാനുള്ള ഈ തൽപര കക്ഷി ഒരു 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 ഏർപ്പാട്, ആ ഏർപ്പാട് അത് മൗദൂദി ചാനലിന്റെ കയ്യിൽ വെച്ചാൽ മതി. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അബുൽ-അഅ്ല മൗദൂദിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന് ഇന്ന് അബുൽ-അഅ്ല മൗദൂദിയുടെ പേര് പോലും എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവായിട്ടുള്ള അബുൽ-അഅ്ല മൗദൂദിയുടെ പേര് പോലും ഒന്ന് ഉറക്കെ ഉച്ചരിക്കാൻ പോലും കഴിയാത്തത്ര വിധം അധപ്പതിച്ചു പോയിരിക്കുന്നു. കാരണം എന്താ? ഈ പ്രസ്ഥാനമാണ് ഈ ഉമ്മത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, വളരെ തുച്ഛമായ ആളുകൾ, വിരലിലെണ്ണാവുന്ന ആളുകൾ. ഈ ആളുകൾ ഉമ്മത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു നിന്നിട്ട് ഇവര് ചെയ്യുന്നതിലൊക്കെ ഉമ്മത്ത് സഹിക്കേണ്ട ഏർപ്പാടിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവർക്ക്, ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പൊ ആ കാര്യങ്ങളിൽ നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവരുടെ
അവരുടെ മുൻഗാമികളെ, അവരുടെ നേതാക്കന്മാരുടെ പേരെടുത്ത് ഉച്ചത്തിൽ ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും അവർക്ക് തന്നെ മടിയായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉമ്മത്തിന് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ ജമാഅത്തെ ഇസ്ലാമി അവരെ നിരന്തരം അവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും അവരുടെ അജണ്ടകളെയും എതിർത്തുകൊണ്ടിരുന്നത് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ അത് എതിർത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ചാപ്പിള്ളയായി ജനിച്ചു, ചാപ്പിള്ളയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു, ഇനി ചാപ്പിള്ളയായിട്ട് തന്നെ ഒടുങ്ങേണ്ട ഗതികേടും ഇവർക്കുണ്ടായത്. ഈ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര് ഈ ജമാഅത്തെ ഇസ്ലാമിയെയും അബുൽ അല മൗദൂദി നിർത്തേണ്ടിടത്ത് നിർത്തി എന്ന് മാത്രമല്ല, ഈ ഉമ്മത്തിനെ കാർന്നു തിന്നേണ്ട വിഷമായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആ വിഷത്തിലേക്ക് ഈ ഉമ്മത്ത് അടുക്കാതിരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ, തടയിടാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഈ പണ്ഡിതന്മാർ നടത്തി എന്നുള്ളതാണ്. ഇപ്പം അജിംസ് എന്താ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞതിന്, അവർ നരേന്ദ്രമോദിയെ പോയി കണ്ടതിന്, ആ കണ്ടു കഴിഞ്ഞിറങ്ങിയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞ അഭിപ്രായത്തെ ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പണ്ഡിതന്മാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഒരു മൗദൂദിയും നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ നിലക്ക് നിർത്തേണ്ട രീതിയിൽ സമസ്തയുടെ പോഷക സംഘടനകളും സമസ്തയുടെ പണ്ഡിതന്മാരും വളരെ കൃത്യമായി നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല, അത് സംഘപരിവാറിനെയും ആ രീതിയിൽ തന്നെ നിലക്ക് നിർത്തേണ്ടിടത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമസ്തയുടെ ഈ പറയുന്ന 100ാം വാർഷികം കാസർകോട്ടെ കുനിയയിൽ അവസാനിക്കുന്നതിന് മുമ്പ്, അങ്ങനെ ഒരു സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് ജിഫ്രി തങ്ങളെ ചെന്ന് കണ്ടു. എന്തിനാ? ജിഫ്രി തങ്ങളോട് പറഞ്ഞത് മോഡിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കാം, ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ ന്യൂനപക്ഷ മോർച്ചയുടെയും BJPയുടെയും സംഘപരിവാറിൻ്റെയും ആളുകളെ ക്ഷണിക്കണം, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാം എന്നുള്ളതായിരുന്നു അവരുടെ ഓഫർ. പക്ഷേ ജിഫ്രി തങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ, ജിഫ്രി തങ്ങൾ തൻ്റെ എല്ലാ പ്രസംഗത്തിലും പറയുന്നത് പോലെ, ഈ സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ വളരെയധികം അതിനെ ഇപ്പോഴും കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഒരു മദത് ആ പ്രസ്ഥാനത്തിന് ലഭിക്കാറുണ്ട് എന്ന് ജിഫ്രി തങ്ങൾ പറയുന്നത് എപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വന്ന ഓഫറിനെ ജിഫ്രി തങ്ങൾ വളരെ വളരെ വിനയത്തോടെ നിരസിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, നരേന്ദ്രമോദിയെ കാണാനുള്ള കൂടിക്കാഴ്ചക്കുള്ള അവസരം അത് വേണ്ടെന്ന് പറഞ്ഞ് വളരെ വിനയത്തോടു കൂടി മാന്യമായിട്ട് ആ ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാർ, ജിഫ്രി തങ്ങളെ പോലെയുള്ളവർ, അത് മുൻഗാമികളാവട്ടെ ഇപ്പോഴുള്ളവരാവട്ടെ ആരുമാവട്ടെ, അവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഉമ്മത്തിനോട് വിളിച്ചു പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടമുള്ളപ്പോൾ ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവാണ്. ആയിക്കോട്ടെ, നമുക്കതിൽ കുഴപ്പമില്ല. പക്ഷേ ആ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന പ്രസ്താവനകൾ, അവരുടെ അഭിപ്രായങ്ങൾ, അത് ഈ പറയുന്ന പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും തലയിൽ കെട്ടിവെച്ച് അത് ഈ പണ്ഡിതന്മാരുടെ തലയിൽ കയറുവാനുള്ള ഒരായുധമാക്കി മാറ്റാമെന്ന് ഏതെങ്കിലും മൗദൂദിയോ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരനോ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മക്കളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് തെറ്റി. കാരണം നിങ്ങൾക്ക് തെറ്റിയത് എവിടം മുതൽ? നിങ്ങളുടെ പ്രസ്ഥാനം ഒരു ജാരസന്തതിയായിട്ട് ഉടലെടുത്തു എന്ന് വേണമെങ്കിൽ ഒരു ആലങ്കാരികമായിട്ട് പറയാൻ കഴിയും. നിങ്ങളുടെ പ്രസ്ഥാനം അങ്ങനെ ഒരു ജാരസന്തതിയായിട്ട് ഉടലെടുത്ത പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്തയാരാണെന്ന് ചോദിച്ചാൽ അത് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്. അബുൽ അല മൗദൂദിയാണ് ഞങ്ങളുടെ തന്ത എന്ന് വിളിച്ചു പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റാതെ പോയത് നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അതൊരു ജാരസന്തതിക്ക് തുല്യമായ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്.
മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്തയെ വിളിച്ച് പറയാൻ ആരെന്ന് ചോദിച്ചാൽ പറയാൻ മറുപടി ഇല്ലാതെ വരുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈ സമൂഹത്തിലെ പണ്ഡിതന്മാരെ പൗരോഹിതരാക്കുകയും പുരോഹിതന്മാരാക്കുകയും അവരുടെ തലയിൽ കയറുന്ന ഈ നെറികെട്ട ഏർപ്പാട് അത് നിങ്ങൾക്ക് നല്ലതിനല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സമസ്തയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വളരെ ഉമ്മത്തിൽ വളരെ സ്വീകാര്യതയുള്ള ഒരു സംഘടന, ആ സംഘടന ഈ ഉമ്മത്തിനെ നയിക്കേണ്ട ദിശയിലൂടെ തന്നെയാണ് നയിച്ചത് എന്ന് മാത്രമല്ല, ഈ സംഘടന ഈ ഉമ്മത്തി എങ്ങോട്ട് പോകണം എങ്ങോട്ട് എന്നുകൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ട് തീർക്കുക. അതല്ലാതെ ആ ഭാഗം ചാരിക്കൊണ്ട് ഈ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരുടെ തലയിൽ കയറാമെന്ന് ഏതെങ്കിലും മൗദൂദി കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് അജണ്ടകൾ ഉണ്ടായേക്കാം. കാരണം എന്താ? നിങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് വിട്ടു നിർത്താൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പ്രയത്നിച്ചത്ര, പ്രവർത്തിച്ചത്ര, അവർ പണിയെടുത്തതിൻ്റെയും അവർ പ്രയത്നിച്ചതിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ജാരസന്തതി ചാപ്പിള്ളയായി ജനിച്ചതും അത് ചാപ്പിള്ളയായി ജീവിക്കേണ്ട ഗതികേടുണ്ടായതും ഇനി ചാപ്പിള്ളയായി ഒടുങ്ങേണ്ട ഗതികേട് അതിനുണ്ടായതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പണ്ഡിതന്മാരുടെ കൃത്യമായ ഇടപെടലുകളാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടാകും. നിങ്ങൾ കിട്ടുന്ന ചാൻസുകൾ അത് എല്ലാ പണ്ഡിതന്മാരുടെയും തലയിൽ കയറുവാനുള്ള വല്ല ആയുധമാക്കുവാനും നിങ്ങൾ ശ്രമങ്ങൾ നടത്തും. പക്ഷേ അത് വേണ്ട മക്കളെ, അത് വേണ്ട.